ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. നമ്മൾ പഴയ പാഠപുസ്തകത്തിലെ ദഹനവുമായി ബന്ധപ്പെട്ട് അന്നപദത്തിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ദഹനമാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്വസനം കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പാഠപുസ്തകത്തിൽ പ്രാണവായുവും ജീവരക്തവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്തെ ഒരു കണ്ടന്റ്, അതായത് ശ്വസനം, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ പുസ്തകമായപ്പോൾ. അപ്പോൾ 5ഉം 7ഉം ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറഞ്ഞ് പുതിയ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ദഹനവും ശ്വസനവും, 7ാമത്തെ ചാപ്റ്ററിൽ രക്തപര്യനവും വിസർജനം, നാഡീയ ഏകോപനവുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ശ്വസനമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, വായിക്കാമേ. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറിക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്, വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി, അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ തത്ത എന്ത് ചെയ്യുകയാണ്, നെൽക്കതിര് കഴിക്കുകയാണ്. ഇവിടെ മുയൽ എന്ത് ചെയ്യുകയാണ്, അത് പുല്ല് തിന്നുകയാണ് അല്ലേ. ഇവിടെ കരടി തേൻ കുടിക്കുകയാണ്, പാമ്പ് എലിയെ പിടിച്ച് തിന്നുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നിരവധി ജീവികളുണ്ട്. അവയുടെ ആഹാരവും ആഹാര രീതിയും വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് ജീവികളും അവയുടെ ആഹാരവും എന്തൊക്കെയാന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ജീവിയുടെ പേരുണ്ട്, ആഹാരമുണ്ട്. പശു എന്തൊക്കെയാ കഴിക്കുന്നേ, പുല്ല് കഴിക്കുന്നുണ്ട്, വൈക്കോല് കഴിക്കുന്നുണ്ട്, വേറെയും ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ. ആട് ഇലകൾ കഴിക്കുന്നുണ്ട്, പഴത്തൊലി കഴിക്കുന്നുണ്ട്. പൂച്ച എന്താ കഴിക്കുന്നത്, എലിയെ കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്. നമുക്കറിയാം മീൻ കഴിക്കുന്നുണ്ടെന്നൊക്കെ അല്ലേ. കരടി തേൻ കുടിക്കുന്നുണ്ട്, അതോടൊപ്പം മാംസവും കഴിക്കും. മുയല് കിഴങ്ങുകൾ കഴിക്കുന്നു, ഇലകൾ കഴിക്കുന്നു. മനുഷ്യൻ ചോറ് കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പട്ടിക നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ സസ്യം കഴിക്കുന്നവരുണ്ട്, മാംസ്യം കഴിക്കുന്നവരുണ്ട് അല്ലേ. അതോടൊപ്പം സസ്യവും മാംസവും കഴിക്കുന്നവരുണ്ട്. അപ്പോൾ സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി എന്നിങ്ങനെ ജീവികളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ജീവികളുടെയും ആഹാരവും ആഹാര രീതിയും വ്യത്യസ്തമാണ്. പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്, ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടയാവുന്നുണ്ട്. സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നു, ശരീരം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആഹാര സ്വീകരണം. പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരം നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ആഹാര സ്വീകരണമാണ്. പോഷണത്തിന് 5 ഘട്ടങ്ങളുണ്ട്. അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്, നമുക്കറിയാം. ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അത് ഉമിനീരുമായി കലരുന്നുണ്ട്, അതോടൊപ്പം ചവച്ചരയ്ക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോ വായിൽ ആഹാരത്തിന് യാന്ത്രികവും രാസികവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. യാന്ത്രിക ദഹനത്തിൽ ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നു. അപ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഉമിനീരിലടങ്ങിയ സലൈവറി അമിലേസ് അഥവാ ടൈലിൻ എന്ന ദഹനരസമാണ് രാസിക ദഹനം സാധ്യമാക്കുന്നത്. ഇത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. മധുരമുള്ള പഞ്ചസാരയാണ് മാൾട്ടോസ്. അല്പം ചോറ് മാത്രം വായിലിട്ട് ചവച്ചരച്ചാൽ ഈ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നുണ്ട്. ചുണ്ട് ആഹാരം പുറത്തു പോകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്, അതോടൊപ്പം പല്ല് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, നാവ്
ആഹാരത്തെ പല്ലുകൾക്കിടയിലെത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാക്കിലെ സ്വാദുമുകുളങ്ങൾ രുചി അറിയാൻ സഹായിക്കുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥത്തെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നു. പല്ലുകൾക്ക് ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നതും ആരാണ്? നാക്കാണ്. ഓക്കെ. പല്ല്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ പല്ലിന്റെ നെടുകയുള്ള ഛേദ കാണിച്ചേക്കുന്നത്. പല്ലിനെ ഇങ്ങനെ ഛേദിച്ച് കാണിച്ചേക്കുവാണ്. അപ്പോൾ ഈ പുറമേയുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? പുറമേയുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് ഇനാമലാണ്. ഇനാമൽ. അതിനുശേഷം മോണയ്ക്ക് അകത്തോട്ടുള്ള ഭാഗം ഇവിടെ കാണിച്ചേക്കുന്നത്. മോണയ്ക്ക് പുറത്തോട്ടുള്ള ഭാഗം ഇതാണ്. മോണയ്ക്ക് അകത്തോട്ടുള്ള ഭാഗമാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ. പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാമലാണ്. എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. നമുക്ക് ആദ്യമുണ്ടായ പല്ലുകളാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. നമുക്ക് ആദ്യം ഉണ്ടായ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് പുതിയ പല്ല് വന്നത്, അല്ലേ? അപ്പോൾ ഒരു കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ ജീവിതാന്ത്യം വരെ നിലനിൽക്കത്തില്ല. ആദ്യം ഉണ്ടാകുന്ന പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷമാണ് വേറെ പല്ല് കിളുത്ത് വരുന്നത്, അല്ലേ? ഇവിടെ നോക്കിക്കേ, പാൽപ്പല്ലുകൾ, മിൽക്ക് ടീത്ത്, ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പാൽപ്പല്ലുകൾ കിളുക്കുന്നത് എപ്പോഴാണ്? 6 മാസം പ്രായമാകുമ്പോഴാണ്. മുകളിലും താഴെയും എത്ര എണ്ണമുണ്ട്? 10 വീതം. ആകെ 20 പല്ലുകളാണ് ഉണ്ടാകുന്നത്. പഴയ ടെക്സ്റ്റിൽ 20 എന്ന് പറയുന്നില്ല, 10 വീതം എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. ഇതാ ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? പാൽപ്പല്ലിൻ്റെത്. ഇനിയും സ്ഥിരദന്തങ്ങൾ നോക്കിക്കേ. സ്ഥിരദന്തങ്ങൾ. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. പഴയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് 6 വയസ്സാകുമ്പോൾ തൊട്ടാണ് എന്ത് പോകുന്നത്? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത്. 6 വയസ്സ് മുതലാണ് പാൽപ്പല്ല് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. 6 മാസത്തിലാണ് പാൽപ്പല്ല് കിളുത്ത് വരുന്നത്. 6 വയസ്സാകുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. ഓക്കെ. ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിന് വിവിധതരം പല്ലുകളുടെ ക്രമീകരണം അനുയോജ്യമാണ്. ഒരാളിന്റെ ജീവിതക്രമത്തിൽ 2 തരം പല്ലുകൾ ഉണ്ടാകുന്നു. നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഒന്ന് പാൽപ്പല്ലും അടുത്തത് സ്ഥിര ദന്തങ്ങളും. ജനിച്ച് 6 മാസം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയ ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരേപോലെ ഉള്ളതാണോ? അല്ല. ചിലത് എങ്ങനെയാണ്? ചിലത് കാഠിന്യമുള്ളതാണ്, ചിലത് മൃദുവായതായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നത് എന്താണ്? വിവിധ തരം പല്ലുകളാണ്. ഇവിടെ എന്താ കാണിച്ചേക്കുന്നത്? വിവിധ തരം പല്ലുകളും അവയുടെ സ്ഥാനവുമാണ് കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ചർവണകം. ചർവണകം ദാ ഇവിടെ 3 എണ്ണം ഉണ്ട്, കണ്ടോ? 3 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 എണ്ണം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും 3 എണ്ണം ഉണ്ട്. അപ്പോൾ മുകളിലും താഴെയും ഉണ്ട്, അല്ലേ? ഇവിടെ 3 ഉണ്ട്, മുകളിലും 3 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, മുകളിലും 3 ഉണ്ട്. അപ്പോൾ എത്രയായി? ആകെ 12 പല്ലുകളായി. അതുപോലെ തന്നെ അഗ്രചർവണകം നോക്കിക്കേ. അഗ്രചർവണകം ദാ ഇവിടെ കാണിച്ചേക്കുന്ന ഈ 2 എണ്ണമാണ്. ഇവിടെയും 2 ഉണ്ട്, മുകളിലും 2 ഉണ്ട്. ഇവിടെയും 2 ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും 2 ഉണ്ട്. അപ്പോൾ എത്രയാകും? അത് 8 എണ്ണം ആകും. അതുപോലെ തന്നെ കോമ്പല്ല്. കോമ്പല്ല് 1 കാണിച്ചേക്കുന്നത്, ഒരെണ്ണം. മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്, കണ്ടോ? ഇരുവശങ്ങളിലും ഉണ്ട്. ആകെ എത്ര എണ്ണമാണ്? 4 എണ്ണം. ഉളിപ്പല്ല് നോക്കിക്കേ, ഇവിടെ 4 എണ്ണം വീതം ഉണ്ട്. മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്. അപ്പോൾ 4 4 8 എണ്ണം ആകും. ഓക്കെ. പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവുമാണ് ഈ പട്ടികയിൽ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, വ്യത്യസ്ത തരം പല്ലുകൾ, സ്ഥാനവും എണ്ണവും, ഉപയോഗം. ഇവിടെ നോക്കിക്കേ, ഇവിടെ മോണയ്ക്ക് മുകളിലുള്ള ഭാഗമാണ് ഈ വൈറ്റ് കളറിൽ കാണിച്ചേക്കുന്നത്. പിങ്ക് കളറിൽ കാണിച്ചേക്കുന്നത് മോണയ്ക്ക് താഴെയുള്ള ഭാഗമാണ്. നോക്കിക്കേ, ഒന്നാമത് ഉളിപ്പല്ല്. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമുണ്ട്. എത്രയാണ്? മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമുണ്ട്. അപ്പം 4 4 എത്ര പല്ല് വരും? 8 പല്ലുകൾ വരും. അപ്പോൾ
ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് നമ്മളെ സഹായിക്കുന്നത്. അടുത്തത് കോമ്പല്ലാണ്. കോമ്പല്ല് എത്രയാണ്? നോക്കിക്കേ, സ്ഥാനം നോക്കിക്കേ. ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമുണ്ട്. 2 പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 4 പല്ലുകളാണ് വരുന്നത്. എന്തിനാണ് അതിന്റെ ഉപയോഗം? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല് സഹായിക്കുന്നത്. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു, കോമ്പല്ല് കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. ഇനിയും അഗ്രചർവണകം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലുമായി മുകളിലും താഴെയുമായി എത്ര എണ്ണം ഉണ്ട്? 4 പല്ലുകൾ വീതമുണ്ട്. ആകെ 8 പല്ലുകളാണ് ഉള്ളത്. ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചർവണകവും എന്താണ്? ചവച്ചരയ്ക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. ചർവണകം മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതമുണ്ട്. അപ്പൊ എത്രയുണ്ട് ആകെ? 6 12 പല്ലാണ് ആകെ ചർവണകം ഉള്ളത്. അപ്പോൾ നമുക്ക് 8 8 16 4 20 12 32 പല്ലുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവായി അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു. പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുണ്ട്? നമ്മൾ കണ്ടായിരുന്നു. എത്രയുണ്ട്? 32 പല്ലാണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഉള്ളത്. മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കേ, ഇവിടെ മാംസാഹാരിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സസ്യാഹാരിയുടെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. നോക്കിക്കേ, ദന്തക്ഷയം. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചിത്രം കാണിച്ചേക്കുന്നത് എന്താണ്? കേടായ പല്ലുകളുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കാം. കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ. ഇതിന്റെ ചെറിയ കഷ്ണമെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടുവെക്കുക. കുറച്ചു സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക. മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത്? എന്താ കാണുന്നത്? മാർബിൾ കഷണം ദ്രവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചതാണ് ഇതിന് കാരണം. പല്ലിന്റെ ഇനാമലും എന്താണ്? ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാലക്രമേണ നശിക്കുന്നു. നോക്കിക്കേ, ഇവിടെ കുട്ടിയും ഡോക്ടറും തമ്മിലൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. കുട്ടി ചോദിക്കുകയാണ്, ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, എന്താണ് ഇതിന് കാരണം? ഡോക്ടർ എന്താ പറയുന്നത്? ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്. കുട്ടി ചോദിക്കുകയാണ്, ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? അപ്പോ ഡോക്ടർ എന്താ പറയുന്നത്? കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് കുട്ടി ചോദിക്കുക. അപ്പൊ ഡോക്ടർ എന്താ പറയുന്നേ? ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര വസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം.
കുറെ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും. കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും ഇവ തീർച്ചയായും പങ്കുവയ്ക്കും. അപ്പോൾ രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചതിന് ശേഷം രാത്രിയിലും നമ്മൾ പല്ല് തേക്കണം. അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ച ശേഷം വാ നല്ലപോലെ കഴുകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ നോക്കിയത്? ദഹന പ്രക്രിയയിൽ പല്ലിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് നാക്കിന്റെ പങ്ക് നോക്കാം. നാക്ക്. രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നു. നാക്കിന്റെ മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു. പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു. നമുക്കറിയാം വായില് ഉമിനീരുണ്ട്. ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നോക്കിക്കേ, വായില് എവിടെയാണ് ഉമിനീരിന്റെ ഉൽപാദനം നടക്കുന്നത്? ഇവിടെ 3 ഉമിനീര് ഗ്രന്ഥികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ചെവിയുടെ താഴെയായിട്ട് കാണുന്നത് പരോട്ടിഡ് ആണ്. നാക്കിന്റെ അടിഭാഗത്തായിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. അത് ഏതാണ്? സബ്ലിംഗ്വൽ ആണ്. ഇവിടെ താടിയുടെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്നത് സബ് മാക്സിലറി ഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായില് 3 ഉമിനീർ ഗ്രന്ഥികളുണ്ട്. മനുഷ്യന്റെ വായിലേക്ക് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ തുറക്കപ്പെടുന്നു. ഏതൊക്കെയാണ്? പരോട്ടിഡ്, സബ് മാക്സിലറി, സബ്ലിംഗ്വൽ. ഇതിൽ പരോട്ടിഡ് ആണ് ഏറ്റവും വലുത്. ഇത് ചെവിക്ക് താഴെയായി കാണപ്പെടുന്നു. താടികൾക്കിടയിൽ ക്രമരഹിതമായ ആകൃതിയോടെ കാണപ്പെടുന്നവയാണ് സബ് മാക്സിലറി ഗ്രന്ഥികൾ. നാക്കിന്റെ അടിഭാഗത്തായാണ് ഏറ്റവും ചെറിയ സബ്ലിംഗ്വൽ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. പരോട്ടിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വൈറസ് ബാധയാണ് മുണ്ടിനീര്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ചേർന്ന് ദിവസം ശരാശരി 1.5 ലിറ്റർ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ സഹായിക്കുന്നത് ശ്ലേഷ്മമാണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ലൈസോസൈം നശിപ്പിക്കുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ആഹാരം അന്നപഥത്തിലൂടെ. നമ്മൾ വായിൽ വെച്ച് ആഹാരം ചവച്ചരയ്ക്കുന്നുണ്ട്. പിന്നീട് ആഹാരം എങ്ങോട്ടാ പോകുന്നത്? നോക്കിക്കേ, വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടേക്കാണ്? വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ വായ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അന്നനാളം. ഈ പോയേക്കുന്നതാണ് അന്നനാളം. ആഹാരം അന്നനാളത്തിലൂടെ എവിടെ എത്തുന്നു? ആമാശയത്തിൽ എത്തുന്നു. ഇവിടെയാണ് ആമാശയം കാണിച്ചേക്കുന്നത്. ഇത് അന്നനാളമാണ്, ഇവിടെ വായ. ഓക്കെ, അപ്പോൾ എന്താണ് അന്നനാളം? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. നമ്മൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം അന്നനാളത്തിലൂടെ എവിടെ എത്തുന്നു? ആമാശയത്തിൽ എത്തുന്നു. ആഹാരം ആമാശയത്തിൽ. ഇനിയും ആഹാരം ആമാശയത്തിൽ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് കണ്ടു. ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പു രൂപത്തിലാകുന്നു. ആമാശഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരത്തിന്റെ തുടർന്നുള്ള യാത്ര എങ്ങോട്ടാണ്? ചെറുകുടലിലേക്കാണ്. ആഹാരം ചെറുകുടലിൽ. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷകഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്.
ഓർത്തു വെക്കണം. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന ദഹനം പൂർണ്ണമാകുന്നു. അത് പഴയ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പുതിയ ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. എന്താണ്? ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന, കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്, ആഗ്നേയഗ്രന്ഥി ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോ ഇത് രണ്ടും കൂടെ ഇത് ചെയ്യുന്നു, ദഹിച്ച ആഹാരവുമായി കലർന്ന ദഹനം പൂർണ്ണമാക്കുന്നു. ഇവിടെ ചെറുകുടലിന്റെ ചിത്രമായി കാണിച്ചേക്കുന്നത് ഇങ്ങനെ മടക്കുകളായിട്ടാണ് നമ്മുടെ വയറ്റില് കാണപ്പെടുന്നത്. ഇവിടെ ആഗ്നേയ ഗ്രന്ഥി കാണിച്ചിട്ടുണ്ട്, കരളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? നമ്മൾ കണ്ടായിരുന്നു. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് അല്ലെ? അപ്പൊ ഇവിടെ ചെറുകുടലിലെ ഭിത്തിയിൽ കാണുന്ന വിരലുപോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. വില്ലസുകൾ എന്ന് പറയുന്നത് വിരലുപോലെയാണ്, വിരലുപോലെ ഇങ്ങനെ ഉന്തി നിൽക്കും. അപ്പോ ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാ ഇവിടെ വില്ലസുകളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. കണ്ടോ? വിരലുകൾ പോലെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോ പോഷണത്തിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതാണ് സ്വാംശീകരണം. ഇത് പോഷണത്തിന്റെ 4ാം ഘട്ടമാണ്. ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാവും. അത് എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്? നോക്കിക്കേ. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എങ്ങോട്ട് പോകുന്നു? വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജനം. ഇത് പോഷണത്തിന്റെ 5ാം ഘട്ടമാണ്. അപ്പോ ഇവിടെ ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്? ആഹാരം സ്വീകരിക്കുന്നു, പിന്നെ എന്താ സംഭവിക്കുന്നത്? ദഹനം നടക്കുന്നു, പിന്നെ എന്താ സംഭവിക്കുന്നത്? ആഗിരണം നടക്കുന്നു, അതിനുശേഷം സ്വാംശീകരണം, പിന്നെ എന്താണ്? വിസർജനം. ഓക്കെ, നോക്കിക്കേ. ഇവിടെ മനുഷ്യന്റെ ദഹനാവസ്ഥയുടെ ചിത്രീകരണമാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വായയിൽ നിന്നാണ്. അത് ഓർത്തോണം. നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? വായയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ദഹനം വായയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. അന്നനാളത്തിൽ കൂടെ. ബി എന്ന് പറഞ്ഞേക്കുന്നത് അന്നനാളമാണ്, ബിയിൽ കൂടെ അല്ലേ? അന്നനാളത്തിൽ കൂടെ ഇറങ്ങി എവിടെ എത്തുന്നു? ആമാശയത്തിൽ എത്തുന്നുണ്ട്. ആമാശയത്തിൽ എത്തിയ ശേഷം അവിടെ എന്താ? ഇവിടെ അന്നനാളത്തിൽ കൂടെ എന്താണ്? തരംഗ രൂപത്തിലാണ് ആഹാരം സഞ്ചരിച്ചു പോകുന്നത് അല്ലേ? അതിന് പറയുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ് എന്നാണ്. അതുപോലെ തന്നെ ആമാശയത്തിലും എത്തി ഭാഗികമായി ദഹിച്ച ആഹാരം വീണ്ടും ഇവിടെ കിടന്ന് ദഹിക്കുന്നുണ്ട്. അവിടെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒക്കെ ഫലമായിട്ട് അവിടെ അത് ദഹനം നടക്കുന്നുണ്ട്. രോഗാണുക്കളെ അവിടെ നശിക്കപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? അത് എങ്ങനെയാണ്? ചെറുകുടലിലൂടെ അല്ലേ? ചെറുകുടൽ, ഇവിടെയാണ് ചെറുകുടല്. ഡി എന്ന് അടയാളപ്പെടുത്തിയേക്കുന്നതാണ് ചെറുകുടല്. ചെറുകുടലിൽ വെച്ച് അത് 5-6 മണിക്കൂർ ആമാശയത്തിൽ കിടക്കുന്നുണ്ട്. ചെറുകുടലിലൂടെ ചെറിയ രീതിയിൽ വളരെ സാവകാശമാണ് സഞ്ചരിക്കുന്നത്. അവിടെ വെച്ച് രക്തത്തിലേക്ക് പോഷണം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദഹനം കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയ ശേഷം അത് എങ്ങോട്ട് പോകുന്നുണ്ട്? വൻകുടലിലേക്ക് അല്ലേ? ഇ എന്ന് പറയുന്നത് വൻകുടലാണ്. വൻകുടലിലേക്ക് ഇത് പോകുന്നുണ്ട്. അവിടെ വെച്ച് ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ദഹനാവശിഷ്ടങ്ങൾ എങ്ങോട്ട് നീങ്ങുന്നു? മലാശയത്തിലേക്ക് നീങ്ങുന്നു. മലാശയത്തിലേക്ക് ദഹനാവശിഷ്ടങ്ങൾ നീങ്ങി അത് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ. വായ്ക്കുള്ളിൽ വെച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തുമ്പോൾ കൂടുതൽ ദഹിപ്പിക്കപ്പെടുന്നു. ആമാശയത്തിലെ തരംഗചലനമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ മർദ്ദിച്ച് കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ആഗ്നേയഗ്രന്ഥി അതായത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസത്തിൽ ചില രാസാഗ്നികൾ അടങ്ങിയിരിക്കുന്നു. അമിലേസ്, ലിപ്പേസ്, ട്രിപ്സിൻ എന്നീ രാസാഗ്നികളാണ് ഇവ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു.
ഇത് ഓർത്തു വെക്കണേ. കൂടാതെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി, അതായത് ബേസിക് സ്വഭാവം ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. നമ്മൾ കണ്ടായിരുന്നല്ലോ ചിത്രത്തില്. തന്മൂലം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ചെറുകുടലിന്റെ ഉൾമടക്കുകളിൽ വിരലുകളുടെ ആകൃതിയിലുള്ള വില്ലസുകൾ കാണപ്പെടുന്നു. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷണം മറ്റ് ജീവികളിൽ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ പഴയ ടെക്സ്റ്റിലും ഇത് കാണിച്ചിട്ടുണ്ട്. അവിടെ സാംശീകരണം എന്നൊരു സ്റ്റെപ്പ് അവര് അതിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ അവരെന്താ കൊടുത്തിരുന്നേ? ആഗീരണം എന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നേ. ഇവിടെ കറക്റ്റായിട്ട് സ്റ്റെപ്പുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കണം, അമീബ അതിൻ്റെ കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ആഹാരം കഴിക്കുന്നതും അതുപോലെ തന്നെ കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നതും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അമീബ ആഹാര പദാർത്ഥത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നൊരു ചിത്രമാണ് ആദ്യം കാണിച്ചേക്കുന്നത്. ആഹാര പദാർത്ഥത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു, കപടപാദം ഉപയോഗിച്ച് അത് ആഹാരം സ്വീകരിക്കുന്നല്ലേ. സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഹാരം അതിൻ്റെ ഉള്ളിലായി. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ആഹാരം ദഹിക്കുന്നു. ദഹിച്ചു കഴിഞ്ഞ് ആഹാരം ആഗിരണം ചെയ്യുന്നു. പിന്നീട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് സംശീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവശിഷ്ടങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്? പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചില ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോഴിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്. നമുക്കറിയാം കോഴി എങ്ങനെ കഴിക്കുന്നത്? ആഹാരം കൊത്തി കൊത്തി കഴിക്കുകയാണല്ലേ. അത് വായിൽ വെച്ച് ചവച്ചാണോ കഴിക്കുന്നത്? അല്ല. പിന്നെ അതിന് ഇവിടെ ഒരു സഞ്ചി പോലെയുണ്ടല്ലേ, അവിടെ വന്ന് അത് കഴിക്കുന്ന ആഹാരം നിറയും. അവിടെ നിന്ന് പയ്യെ പയ്യെ പയ്യെയാണ് ആഹാരം ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ പൂച്ച എങ്ങനെയാണ്? വായിൽ വെച്ച് ചവച്ചരച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അതിന് വളരെ കുറച്ച് മാത്രമാണ് കഴിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആമാശയമൊക്കെ വളരെ ചെറുതാണ്, അതിനനുസരിച്ചാണ് അത് കഴിക്കുന്നത്. അതുപോലെ തന്നെ പശു എങ്ങനെയാണ്? പശു നമുക്കറിയാം അയവിറക്കിയാണ് കഴിക്കുന്നത് അല്ലേ. മനുഷ്യനെ പോലെയാണോ? അല്ല. മനുഷ്യർ കഴിച്ച സാധനം കഴിച്ചു, അത് തിരിച്ച് ചവച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ പശു എങ്ങനെയാണ്? പശുവൊക്കെ കഴിച്ച സാധനം വീണ്ടും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ അയവിറക്കുക എന്ന് പറയത്തില്ലേ, അതിൻ്റെ വയറിൽ 4 പാർട്സ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അയവിറക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഡൈജഷൻ നടക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഭക്ഷണം കൂടാതെ മനുഷ്യന് കുറച്ചു കാലം ജീവിക്കാൻ കഴിയും. എന്നാൽ ശ്വസിക്കാതെ ജീവൻ നിലനിർത്താൻ കഴിയുമോ? നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ പറയുന്നേ? മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട്. ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും? മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലെ വ്യത്യാസമാണ് ഇതിന് കാരണം. ശ്വസനം മനുഷ്യനിൽ. ഇവിടെ ഒരു പ്രവർത്തനം പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ കുറച്ചു നേരത്തേന് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കണം. എന്താ സംഭവിക്കുന്നത്? നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും അല്ലേ. നമുക്ക് ഒരുപാട് നേരം അങ്ങനെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വേറൊരു പ്രവർത്തനം പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ നോക്കിക്കേ, ഉച്ഛ്വാസവും നിശ്വാസവും. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. എന്താണ്? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ നമ്മുടെ തലയെ ഛേദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്വാസകോശത്തെയും ഛേദിച്ച് കാണിച്ചേക്കുക. നമുക്കറിയാം നമ്മുടെ മൂക്കിന് 2 ദ്വാരം ഉണ്ടല്ലേ. അതിനെന്താ പറയുന്നേ? നാസാദ്വാരം.
ഇതെന്താണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്? ശ്വാസനാളമാണ്. ഇവിടെ ഇതിന് പറയുന്നത് എന്താണ്? ശ്വസനി. ഇതിന് പറയുന്ന പേരെന്താണ്? ശ്വസനിക. ഇതാണ് വായു അറ. വായു അറ. ഇത് ഡയഫ്രം ആണ് കാണിച്ചേക്കുന്നത്. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് കമാൻ ആകൃതിയാണ്. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരി എല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന പേശികൾക്കും പങ്കുണ്ട്. നോക്കിക്കേ, ഇവിടെ രണ്ട് ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഉള്ളിലേക്ക് വായു എടുക്കുകയാണ് അല്ലേ? അതിനെന്താ പറയുന്നത്? ഉച്ഛ്വാസം എന്നാണ്. പുറത്തേക്ക് വിടുന്നതിന് എന്താ പറയുന്നത്? നിശ്വാസം എന്നാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഔരസാശയത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നത്? ഉച്ഛ്വാസ സമയത്ത് ഔരസാശയം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? വികസിക്കുന്നുണ്ട്. ഡയഫ്രം എങ്ങനെയാണ്? ഡയഫ്രം നിവർന്ന് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്? നിശ്വാസ സമയത്ത് ഔരസാശയം ചുരുങ്ങുകയാണ് അല്ലേ? കോൺട്രാക്ട് ചെയ്യുക. കണ്ടോ? കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയഫ്രം എന്ന് പറയുന്നത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണ് അല്ലേ? പൂർവ്വസ്ഥിതി പ്രാപിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ മാക്സിമം വർദ്ധിക്കുന്നുണ്ട്. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. ഡയഫ്രം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന മാംസപേശികളുടെ പാളികളാണ് ഡയഫ്രം. സാധാരണ അവസ്ഥയിൽ ഡയഫ്രം റാ പോലെ വളഞ്ഞാണ് ഇരിക്കുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഡയഫ്രം നിവർന്നു വരും. ഇത് ഉദരാശയത്തിന്റെ വ്യാപ്തം കൂടാൻ സഹായിക്കും. ശ്വാസകോശത്തിന്റെ വികാസത്തിനും വായു അകത്തേക്ക് കടക്കുന്നതിന് അവസരമൊരുക്കും. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ ഉദരാശയത്തിന്റെ വ്യാപ്തം കുറയുകയും ശ്വാസകോശം ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ വായു പുറത്തു പോകും. ഈ ചലനങ്ങൾ പരസ്പരബന്ധിതവും താളാത്മകവുമാണ്. നാം ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിലും ശ്വസനം സ്വാഭാവികമായും നടക്കും. ശ്വസനപഥം. നാസാദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലേക്ക് എത്തുന്നു. വായുവിന്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപഥം. അപ്പോൾ ഇവിടെ നമുക്ക് ശ്വസനപഥം നോക്കാം. ഒന്നാമത് നാസാദ്വാരം. പിന്നെന്താ വരുന്നത്? പിന്നെ വരുന്നത് ശ്വസനനാളമാണ്. ശ്വസനനാളം വരുന്നുണ്ട്. അതിനുശേഷം ശ്വസനികയാണ്. പിന്നെ ശ്വസനിയാണ്. അതിനുശേഷം വായു അറ. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന വായുവിന്റെ സഞ്ചാരപാത. ശ്വസനപഥത്തിലൂടെയുള്ള വായുവിന്റെ സഞ്ചാരം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഉച്ഛ്വാസം. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ് അല്ലേ? ഒന്ന് എടുത്ത് നോക്കിക്കേ. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. വാരിയെല്ലിൻ കൂടെ ഉയരുന്നു. അതിനുശേഷം എന്താണ്? ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വായു എങ്ങോട്ടാ പോന്നേ? അകത്തേക്കല്ലേ? അപ്പോൾ ശ്വാസകോശം എന്തോ ചെയ്യുന്നു? വികസിക്കുന്നുണ്ട്. നിശ്വാസം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. ഇനി ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയെല്ലിൻ കൂടെ താഴുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു. ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘടകങ്ങളുടെ അളവുകളാണ് ഇവിടെ പട്ടികയിൽ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഓക്സിജന്റെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ജലബാഷ്പമുണ്ട്. ഇവിടെ രണ്ടിടത്തും നൈട്രജന്റെ അളവ് എങ്ങനെയാണ്? ഒരേപോലെയാണ് അല്ലേ? 78%. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും നൈട്രജന്റെ അളവ് ഒരേപോലെയാണ്. ഓക്സിജൻ എങ്ങനെയാണ്? ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 21%, പുറത്തേക്ക് വിടുമ്പോൾ 15%. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ്? കുറവാണ് അല്ലേ? 0.04 ആണ്.
പുറത്തേക്ക് വിടുമ്പോൾ എങ്ങനെയാണ്? 4%. ജലബാഷ്പം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കുറവാണ്, കണ്ടോ, 0.96 ആണ്. പുറത്തേക്ക് വിടുമ്പോൾ 3% ആണ്. അപ്പോൾ നിശ്വാസവായുവിലെയും ഉച്ഛ്വാസവായുവിലെയും എല്ലാ ഘടകങ്ങളുടെ അളവ് ഒരുപോലെയല്ല, അളവില് വ്യത്യാസമുണ്ട്. ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുവിൽ കൂടിയ അളവുള്ള ഘടകങ്ങൾ ഏതൊക്കെയാ? ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുവിൽ കൂടുതലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ജലബാഷ്പമുണ്ട്. കുറവുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കുറവുള്ളത് ഓക്സിജൻ ആണ്. ഒരേപോലെയുള്ളത് ആരാണ്? നൈട്രജൻ ആണ്. ഓക്കെ. ശ്വാസകോശത്തിൽ തടസ്സമോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്ന വസ്തുക്കളെ പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ തന്ത്രമാണ് ചുമയും തുമ്മലും. ചുമയ്ക്കുമ്പോൾ പ്രധാനമായും വായിലൂടെയാണ് വായുപ്രവാഹം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ഏറ്റവും സാധാരണ ലക്ഷണമാണ് ചുമ. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോളിയം. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വാസകോശം. ദശലക്ഷക്കണക്കിന് വായു അറകളാണ് ശ്വാസകോശത്തിലുള്ളത്. വായു അറകളുടെ ഭിത്തിയും രക്തലോമികളുടെ ഭിത്തിയും ഓരോ നിര കോശങ്ങളാൽ മാത്രം നിർമ്മിതമാണ്. ഔരസാശയത്തിനുള്ളിൽ വാരിയലിൻ കൂട്ടിനുള്ളിലാണ് ശ്വാസകോശം കാണപ്പെടുന്നത്. വായുവിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ വായുവിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് ശ്വാസകോശത്തിൽ വെച്ചാണ്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കാൻ വാരിയല്ലുകളും ഡയഫ്രവും ഒക്കെ ചലിക്കും. ശ്വാസകോശത്തിൽ മാംസപേശികളോ എല്ലുകളോ ഇല്ല. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള പാളിയാണ് പ്ലൂറ. ഇതിനുള്ളിൽ പ്ലൂറൽ ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള പാളി ഏതാണ്? പ്ലൂറയാണ്. അത് ഓർത്തു വെക്കണേ. ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സന്ദർഭങ്ങൾ. മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചുകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്തകൾ പത്രത്തിൽ വരാറുണ്ട്. ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? നോക്കിക്കേ. ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും. ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായി അമർത്തുക. ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി പിടിച്ച് തോളലുകൾക്കിടയിലായി ശക്തിയായി തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിൽക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ, ശ്വസനത്തിലെ വൈവിധ്യം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണ് പാരാമീസിയം. ഏകോശജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത്? നോക്കിക്കേ. ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരാമീസിയം കോശസ്തരം വഴി സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. നോക്കിക്കേ, ഇവിടെ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ചില ജീവികളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അവരുടെ ശ്വസന വൈവിധ്യവും കാണിച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണിര. എങ്ങനെയാണ് ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം? ഈർപ്പമുള്ള ത്വക്കാണ്. മത്സ്യം ശകുലങ്ങളാണ്, അതായത് ചെകിള പൂക്കള്. തവളയില് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശമാണ്, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കാണ്. ചിലന്തിയില് ബുക്ക് ആണ്. ഓക്കെ. ശ്വസനം. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സസ്യങ്ങളും മറ്റ് ജീവികളെ പോലെ ശ്വസിക്കുന്നുണ്ടെന്നല്ലേ. സസ്യങ്ങളുടെ ശ്വസനം നോക്കിക്കേ. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും
ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എവിടെയാണ്? ആസ്യരന്ധ്രത്തിലൂടെയാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 2 പ്രധാന പ്രവർത്തനങ്ങളായ ദഹനവും ശ്വസനവുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.